أجمعين أما بعد. എന്ന് പറഞ്ഞ ദുറൂസുൽ അറബിയ പഠിതാക്കളെ, നമ്മൾ 16-ാമത്തെ ചാപ്റ്ററാണ് അൽഹംദുലില്ലാ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അത് മുഴുവനായി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഷാ അള്ളാ 17-ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ പാഠവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഫിഅൽ മുദാരി മർഫു ആകുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ അതേപോലെ തന്നെ ഫിഅൽ മുദാരി മൻസൂബാകുന്നത് പഠിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്, ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ 17-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു അല്ലെ. ഒറ്റ മിനിറ്റ്. നമ്മൾ ഫിഅലു മുളാരി മൻസൂബാകുന്ന രംഗങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ സമയങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് ഫിഅലു മുളാരി ആയിട്ടുള്ളതാണ്. യഫ്അലു, യദ്റുസു, യദ്ഹബു, യജ്ലിസു, യഖൂലു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചെയ്യുന്നു, പഠിക്കുന്നു, പോകുന്നു, ഇരിക്കുന്നു, പറയുന്നു എന്നുള്ളത്. ഇതിൽ അൻ എന്ന് ചേർന്ന് കഴിഞ്ഞാൽ എഫ് അലു എന്നുള്ളത് എഫ് അല എന്ന് ആയി മാറും. ഐ എഫ് അല ചെയ്യാൻ എന്നാകും. ഐ യദ്റുസ പഠിക്കാൻ, ഐ യദ്ഹബ പോകാൻ, ഐ യജ്ലിസ ഇരിക്കാൻ, ഐ യഖൂല പറയാൻ എന്നുള്ളതായി മാറും. അപ്പോൾ അത് മൻസൂബാകുന്ന ഒരു രംഗാണ്. ഫിഅലു മുളാരി മൻസൂബാകുന്ന ഒന്നാണ്. അൻ എന്നത് ഫിഅലു മുളാരിന്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ അതെന്താകും? ആ ഫിഅലു മുളാരി എന്താകും? മൻസൂബായി മാറും. അൻ എന്നുള്ള അദാത്ത് ഫിഅലു മുളാരിന്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ ഫിഅലു മുളാരി എന്തായി മാറും? അത് മൻസൂബായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിൽ മനസ്സിലായില്ല അത്? ഇനി അടുത്ത ഒന്നാണ് ഇവിടെ ബോർഡിലേക്ക് നോക്കുക, ലാമു തഅലീൽ എന്ന് പറയും. ലാമു അത്തഅലീൽ, ലാമു തഅലീൽ. മീമിന്റെ ആവശ്യമില്ല അവിടെ. മിനിറ്റ്. ഓക്കെ, ലാമു തഅലീൽ എന്നുള്ളതാണ് മറ്റൊന്ന്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഫിഅലു മുളാരി യഫ്അലു, തഫ്അലു, യദ്റുസു, യദ്ഹബു, യജ്ലിസു, യഖൂലു. അവിടെ ഈ ഹർഫ് വന്നു കഴിഞ്ഞാൽ, ലാമിന്റെ ഹർഫ് വന്നു കഴിഞ്ഞാൽ, അതായത് ലാമു തഅലീബിൽ ഫിഅലു മുളാരിക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ അവിടെയും എന്താകും? അത് മഫ്ഊൽ ആയി, അല്ല, മൻസൂബായി മാറും. അപ്പോ ലി യഫ്അല, ലി യദ്റുസ, ലി യഫ്അല ചെയ്യാൻ വേണ്ടി, ലി യദ്റുസ പഠിക്കാൻ വേണ്ടി, ലി യദ്ഹബ പോകാൻ വേണ്ടി, ലി യജ്ലിസ ഇരിക്കാൻ വേണ്ടി, ലി യഖൂല
പറയാൻ വേണ്ടി എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ലാമ് വന്നു കഴിഞ്ഞാൽ അത് ഇസ്മിന് മുമ്പാണ് വരുന്നത് എങ്കിലാണ് എന്ത് ചെയ്യുക, അത് ശേഷം വരുന്നത് ജെറ് മജ്റൂർ ആവുകയുള്ളൂ. ഇപ്പോൾ ഹർഫ് ജെറ് വന്നു കഴിഞ്ഞാൽ എന്താവും, ശേഷമുള്ളത് ഇസ്മു മജ്റൂറായി മാറും. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അത് ഇസ്മിന് മാത്രമാണ്. എന്നാൽ ഫിഅലിന്റെ മുമ്പ് പിന്നെ ഹർഫുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യില്ല, മജ്റൂർ ആവുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലി എന്നുള്ള ഹർഫ് ഇവിടെ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഫിഅലിന്റെ മുമ്പാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് അവിടെ എന്ത് ചെയ്യുന്നില്ല, മജ്റൂർ ആകുന്നില്ല. നേരെ മറിച്ച് അത് മൻസൂബ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ലി യഫ്അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി എന്നുള്ളത് പിന്നെ എങ്ങനെയാണ് അർത്ഥം കിട്ടുക എന്നുള്ളതാണ്. ലി യഫ്അല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ എന്നാണ് അർത്ഥം. ഈ വേണ്ടി എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് പിന്നെ അർത്ഥം കിട്ടുന്നത്? അവിടെയാണ് പിന്നെ ഇതിന്റെ ഇടയിൽ ലി എന്നതിൻ്റെയും യഫ്അല എന്നുള്ളതിൻ്റെയും, ഇവിടെ ബോർഡിലേക്ക് നോക്കാം, ലി എന്നതിൻ്റെയും യഫ്അല എന്നതിൻ്റെയും ഇടയിൽ അൻ എന്നുള്ളത് ഹിഡൻ ആയിട്ടുണ്ട്, മറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോ ലി ഐ യഫ്അല, ലി ഐ യഫ്അല എന്നാണ് ശരിക്കുള്ളത്. ലി പ്ലസ് അൻ പ്ലസ് യഫ്അല, ലി ഐ യഫ്അല. ബോർഡിൽ കാണാൻ പറ്റണില്ലല്ലോ. കാണുന്നില്ലേ? സ്ക്രീന് മാറ്റേണ്ടി വരും. ഷെയറിംഗ് സ്ക്രീന് മാറ്റിയാലേ കാണുന്നുണ്ടാവുള്ളൂ. ആ ആ ഓക്കെ 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 ഓക്കെ. ഇടക്ക് മാറ്റി കളിക്കണം അല്ലേ? ഇപ്പോ കാണുന്നില്ലേ? ആ ലി ഐ യഫ്അല, ലി ഐ യഫ്അല, ലി പ്ലസ് അൻ പ്ലസ് യഫ്അല എന്നുള്ള ഇതാണ് അവിടെ ഉണ്ടാകുക. ലി അൻ യഫ്അല എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ചെയ്യാൻ വേണ്ടി എന്നുള്ളത് വന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇപ്പൊ നമുക്ക് ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ള എന്ത്, ഒന്ന് മൻസൂബാകുന്ന രൂപങ്ങൾ, ഒന്ന് പിന്നെ അൻ എന്നുള്ളത് വരും, ഫിഅലിന്റെ മുമ്പ് അൻ എന്ന് വരും. മറ്റൊന്ന് ലി എന്നുള്ള ലാമു തഅലീൽ വരും, ലി എന്നുള്ള ലാമു തഅലീൽ വരും. മറ്റൊന്ന് മസ്ദറുകളാണ്. മസ്ദറുകൾ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ക്രീൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. മസ്ദർ വസ്ന്, ഫിഅല് മസ്ദർ വസ്ന്. അപ്പോ അവിടെ ഒന്നാമത്തെ ഫിഅൽ എന്താ? ജലസ. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു. ജുലൂസുൻ പിന്നെ ഇരിക്കൽ എന്നാണ്. ജുലൂസുൻ ഇരിക്കൽ. ദഖല ദുഖൂലുൻ, ദഖല പ്രവേശിച്ചു, ദുഖൂലുൻ പ്രവേശിക്കൽ. നസല ഇറങ്ങി, നുസൂലുൻ ഇറക്കം. പിന്നെ ഖറജ പുറപ്പെട്ടു, ഖുറൂജുൻ പുറപ്പെടൽ. പിന്നെ സജദ സുജൂദ് ചെയ്തു, സുജൂദുൻ സുജൂദ് ചെയ്യൽ. സ്വഇദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയറി എന്നൊക്കെയാണ്. സുഊദുൻ കയറൽ എന്നൊക്കെയാണ് അവിടെ അർത്ഥം. അപ്പൊ ഇതിന്റെ വസ്നാണ് ഫുഊലുൻ. ഫുഊലുൻ വസ്നിലാണ് ഇതുള്ളത്. ഫുഊലുൻ വസ്നിലാണ് എന്തുള്ളത്, ഈ ഇത് വന്നിട്ടുള്ളത്. ജുലൂസുൻ ഫുഊലുൻ, ദുഖൂലുൻ ഫുഊലുൻ, നുസൂലുൻ ഫുഊലുൻ എന്നുള്ള ഇത് പിന്നെ വന്നിട്ടുള്ളത്. അത് നമുക്ക് എത്ര ഉള്ളൂ. ഇപ്പൊ നസല എന്നുള്ള ഒന്നെടുക്കുക. നസല എന്നുള്ളതിന് നമ്മൾ നുസൂലുൻ എന്നാക്കുമ്പോൾ നു, അപ്പോ ഫഅല എന്നുള്ളതിൽ ഫു, സു എന്നുള്ള പിന്നെ നസല എന്നുള്ള സു എന്നുള്ളതിന് ദമ്മ് കൊടുക്കുമ്പോൾ ഫു ഐനും എന്ത് ചെയ്യുക, ദമ്മ് കൊടുക്കുക. പിന്നെ അവിടെ വാവ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ വാവ് എക്സ്ട്രാ കൊടുക്കുക. ഫു, പിന്നെ നുസൂലുൻ എന്നുള്ളിടത്ത് ലാമിന് തൻവീന്, ഇവിടെയും ഫുഊലുൻ ലാമിന് തൻവീന്. ഇപ്പോ നസല നുസൂലുൻ ഫഅല ഫുഊലുൻ, ഫഅല ഫുഊലുൻ വസ്നിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് മസ്ദറുകളാണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്.
അല്ലെ? ഈ മസ്ദറുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്, പഠിച്ചതാണ്. മറ്റൊരു ഇതാണ് പിന്നെ ഖറഅ ഫിഅലാണ്. ഖറഅ മസ്ദർ ഖിറാഅത്തുൻ. ഖിറാഅത്തുൻ. ദഖല അല്ല ദറസ ദിറാസത്തുൻ. സാറ സിയാറത്തുൻ. കതബ കിതാബത്തുൻ. അറാദ ഇറാദത്തുൻ. അബദ ഇബാദത്തുൻ എന്നുള്ളത് മറ്റൊരു വസനാണ്. അത് പിന്നെ ഫിആലത്തുൻ വസനിലാണ് വരുന്നത്. നമ്മൾ ഫുഊലുൻ വസന് നമ്മൾ മുന്നേ പഠിച്ച സംഗതിയാണ്. ഇപ്പോൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിലുള്ളത് ഈ വസന് എന്താണ്? നമ്മൾ മുന്നേ പഠിച്ചതാണ്. പിന്നെ നസല നുസൂലുൻ, ഖറജ ഖുറൂജുൻ, ദഖല ദുഖൂലുൻ, പിന്നെ സഅദ സുഊദുൻ എന്നുള്ളതൊക്കെ നമ്മൾ ഫുഊലുൻ വസന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇതല്ലാത്ത വസനും ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നതാണ് തൊട്ടടുത്ത സ്ലൈഡ്. പിന്നെ ഖറഅ ഖിറാഅത്തുൻ എന്നുള്ളത് ഫിആലത്തുൻ, ഫഅല ഫിആലത്തുൻ വസനിലാണ് വരുന്നത്. ഇപ്പൊ ഉദാഹരണം കതബ. കതബ എന്ന് എഴുതി കഴിഞ്ഞാല് കതബ, അതിന്റെ ഇത് കിതാബത്തുൻ എന്നാണ് അല്ലെ? കി ഇവിടെ എന്താണ്? പി. കിതാ ഫിആ ബ ലാം ഫിആ കിതാബത്തുൻ ഫിആലത്തുൻ. ഫിആലത്തുൻ ഇങ്ങനെയാണ് അത് വരിക. ഫഅല ഫിആലത്തുൻ, കതബ കിതാബത്തുൻ, ഖറഅ ഖിറാഅത്തുൻ, പിന്നെ നസല സോറി അറാദ ഇറാദത്തുൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക വരുന്നത്. മറ്റൊന്ന് ദഹബ ദഹാബുൻ എന്നുള്ളതാണ്. ദഹബ ദഹാബുൻ. സമഹ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ മീനിങ് എങ്ങനെ വരിക? ഇപ്പൊ ദിറാസത്തുൻ, ജിറാസത്തു എന്ന് പറഞ്ഞ പഠനം. ആ, അപ്പൊ ഉസ്താദേ ദുറൂസ് എന്ന് പറയുമ്പോഴോ? എങ്ങനെ? ദറസ ദുറൂസ്. ദറസ ദുറൂസുൻ വരും. അതും ആ തന്നെയാണ്. ആ മസ്തറാണ് അതും അല്ലേ? തന്നെയാണ്. ഓക്കെ. പിന്നെ കതബ എഴുതി, കിതാബത്തുൻ എഴുത്ത് എന്നുള്ളതാണ്. അറാദ ഉദ്ദേശിച്ചു, ഇറാദത്തുൻ ഉദ്ദേശിക്കൽ എന്നുള്ളതാണ്. ദഹബ പോയി, ദഹാബുൻ പോകൽ എന്നുള്ളതാണ്. സമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിച്ചു എന്നാണ് അർത്ഥം. സമഹ സമാഹുൻ എന്നുള്ളതാണ്, അനുവദിക്കൽ എന്നുള്ളത്. അത് ഫആലുൻ വസനിലാണ് അത് വരുന്നത്. ഫആലുൻ വസനിലാണ് അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയും വസനുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. മസ്ദറുകൾ ഉണ്ട്. മറ്റൊന്നാണ് അൽ മസ്ദറു സ്വരീഹ്, അൽ മസ്ദറുൽ മുഅവ്വൽ. ഇത് രണ്ടും നമ്മളിപ്പോ ഒന്ന് നമ്മൾ ഈ പാഠത്തിൽ ഉള്ള സംഗതിയാണ്. അൽ മസ്ദറു അസ്വരീഹ്, അൽ മസ്ദറുൽ മുഅവ്വൽ എന്ന് പറയുന്നത്. പിന്നെ ഉരീദു അദ്ദുഖൂല, ഉരീദു അദ്ദുഖൂല എന്നുള്ളത്. ഉരീദു ഉദ്ദേശിക്കുന്നു, അദ്ദുഖൂല പ്രവേശിക്കൽ, അതായത് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു അദ്ദുഖൂല പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പുറത്ത് മസ്ദർ അൽ മുഅവ്വൽ ഒക്കെ ഉരീദു അൻ അദ്ഖുല, ഉരീദു അൻ അദ്ഖുല ഞാൻ പ്രവേശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, ഞാൻ പ്രവേശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഉരീദു അദ്ദിറാസത പിന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു അൻ അദുറുസ ഞാൻ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ അർത്ഥം. അപ്പൊ അവിടെ പിന്നെ അർത്ഥത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു, പ്രവേശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. എന്നാൽ എഴുത്തിൽ എന്തുണ്ട്? മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഉരീദു എന്നുള്ളത് അതേപോലെ തന്നെയാണ്. പിന്നെ അദ്ദുഖൂല എന്നുള്ളതല്ല, അവിടെ അപ്പുറത്ത് അദ്ഖുല എന്നുള്ളതാണ്. പിന്നെ അൻ എന്നുള്ളത് മുഅവ്വലിൽ വന്നിട്ടുണ്ട്. ഇവിടെ അൽ മസ്ദറു അസ്വരീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള മസ്ദറാണ്. ക്ലിയർ ആയിട്ടുള്ള, അതായത് ശരിയായിട്ടുള്ള, നേരെ ആയിട്ടുള്ള
മസ്ദർ. അതാണ് അൽ മസ്ദറു അസ്വരീഹ് എന്ന് പറഞ്ഞാൽ. അൽ മുഅവ്വൽ സോറി അൽ മസ്ദറു സ്വരീഹ് അതിന് ഉദാഹരണമാണ് അദ്ദുഖൂലു, പിന്നെ അദ്ദിറാസത, അദ്ദുഖൂല, അദ്ദിറാസത, അദ്ദഹാബ, അൽ ജുലൂസ, അൽ കിതാബത എന്നൊക്കെ നമുക്ക് കാണുന്നത്. മറ്റൊന്ന് അൽ മസ്ദർ അൽ മുഅവ്വലാണ്. മുസ്ദർ അൽ മുഅവ്വൽ, അതായത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. മുഅവ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാണ് പിന്നെ അതിന്റെ അർത്ഥം. തഅ്വീൽ എന്നൊക്കെ നമ്മൾ ഉണ്ട്. പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞിടത്തുണ്ടല്ലോ, എന്താണ് സ്വപ്ന വ്യാഖ്യാനം, തഅ്വീൽ. അതാണ് മുഅവ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതാണ് വ്യാഖ്യാനം എന്നാണ്. വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള മസ്ദറാണ് മസ്ദർ അൽ മുഅവ്വൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉരീദു, ഇതിന്റെ ഇഅ്റാബ്, ഒറ്റൊന്നിന്റെ ഇഅ്റാബ് ഞാൻ പറയാം, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ നോട്ട് ചെയ്യും ചെയ്യട്ടോ, കാരണം ഇത് രണ്ടും കൂടിയിട്ടാവുമ്പോൾ എഴുത്തൊന്നും നടക്കില്ല. നിങ്ങൾ കൂടെ എഴുതിയാൽ മതി നോട്ട്ബുക്കിൽ. പിന്നെ ഉരീദു അദ്ദുഖൂല, ഉരീദു അദ്ദുഖൂല എന്നുള്ളതിന്റെ ഇഅ്റാബാണ്. ഉരീദു എന്താ? ഉരീദു ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പൊ എന്താ വരിക? ഫിഅ്ലു മുളാരി. ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമതു റഫ്ഇഹി അദ്ദമ്മ. വഅലാമതു റഫ്ഇഹി അദ്ദമ്മ. ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമതു റഫ്ഇഹി അദ്ദമ്മ. ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമതു റഫ്ഇഹി അദ്ദമ്മ. ഇനി അടുത്തത് അദ്ദുഖൂല എന്നാണ്. അദ്ദുഖൂല, അദ്ദുഖൂല എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമതു നസ്ബിഹി അൽ ഫത്ഹ. മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമതു നസ്ബിഹി അൽ ഫത്ഹ. الدخول എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമതു നസ്ബിഹി അൽ ഫത്ഹ. ഓക്കെ, അപ്പൊ ഇവിടെ അദ്ദുഖൂല എന്നുള്ളത് എന്തായിട്ടാ വന്നത്? എന്തായിട്ടാ വന്നത്? മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നത് അല്ലെ. ഉരീദു അദ്ദുഖൂല എന്നുള്ളത്, പിന്നെ അദ്ദുഖൂല എന്നുള്ളത് മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഉരീദു അൻ അദ്ഖുല, ഉരീദു അൻ അദ്ഖുല, അതിന്റെ ഇഅ്റാബ് നോക്കാം. ഉരീദു എന്താണ്? ഉരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമതു റഫ്ഇഹി അദ്ദമ്മ. വഅലാമതു റഫ്ഇഹി അദ്ദമ്മ. ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമതു റഫ്ഇഹി الضمة. فعل مضارع مرفوع وعلامة رفعه الضمة. ഓക്കെ, അൻ അദ്ഖുല എന്നുള്ളതാണ്. അടുത്ത അൻ, അൻ എന്നുള്ളത് അദാത്തു നസ്ബാണ്. അദാത്തു നസ്ബ്. അദാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ എന്നാണ് അർത്ഥം. ടൂള്. നസ്ബിന് പിന്നെ നസ്ബിന്റെ ടൂളാണ് എന്ത്? ശരിക്ക് അൻ എന്നുള്ളത്. അപ്പൊ ഇവിടെ അൻ എന്നുള്ളത് അദാത്തു നസ്ബ് എന്നാണ് എഴുതേണ്ടത്. അദാത്തു നസ്ബ്. അൻ എന്നുള്ളത് അദാത്തു നസ്ബ്. അദ്ഖുല, അദ്ഖുല, അദ്ഖുല എന്നുള്ളത് ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ وعلامة نسبه الفتحة. وعلامة نسبه الفتحة. فعل مضارع منصوب وعلامة نسبه الفتحة. فعل
മുളാരിഉൻ മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. ഇനി മഫ്ഊലുൻ ബിഹി വേണം അല്ലേ? മഫ്ഊലുൻ ബിഹി വേണം. അതാണ് അൻ അദ്ഖുല എന്നുള്ളത്. അൻ അദ്ഖുല എന്നുള്ള ആ ജുംല, അൻ അദ്ഖുല എന്നുള്ള ആ ജുംല അതെന്താണ്? പിന്നെ അത് നിങ്ങൾ ഇഅ്റാബ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക നല്ലത്. മസ്ദർ മുഅവ്വൽ, മസ്ദർ മുഅവ്വൽ, المصدر المؤول محل نصب مفعول به، محل نصب مفعول به، محل في محل نصب مفعول به. المصدر المؤول في محل نصب مفعول به. അൻ അദ്ഖുല എന്നുള്ളത് മസ്ദറുൽ മുഅവ്വൽ ഫി മഹല്ലി നസ്ബി മഫ്ഊലുൻ ബിഹി. അപ്പോൾ അവിടെ അതും മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ പിന്നെ ഇതൊക്കെ എന്താണ്? മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മസ്ദർ സ്വരീഹിൽ അദ്ദുഖൂല, അദ്ദിറാസത, അദ്ദഹാബ, അൽ ജുലൂസ, അൽ കിതാബത എന്നുള്ളതൊക്കെ എന്തായിട്ടാണ് വന്നിട്ടുള്ളത്? മഫ്ഊലു ബിഹി, മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതൊക്കെ എന്താണ്? മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇപ്പുറത്ത് അൻ അദ്ഖുല, അൻ അദ്റുസ, അൻ അദ്ഹബ, അൻ അജ്ലിസ, അൻ അക്തുബ എന്നുള്ളതും എന്താണ്? മഫ്ഊലുൻ ബിഹി. മസ്ദർ മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് അല്ലെ? മസ്ദർ മുഅവ്വൽ ഫി മഹല്ലി നസ്ബി മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അതായത് പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി, മസ്ദർ സ്വരീഹ് വന്നിട്ടുണ്ട് എങ്കിൽ, ഒരു മസ്ദർ സ്വരീഹ് ആണ് എങ്കിൽ അത് എന്താക്കാൻ പറ്റും? മസ്ദർ മുഅവ്വലാക്കിയിട്ട് മാറ്റാനും പറ്റും. ഇനി മസ്ദർ മുഅവ്വലാണ് എങ്കിൽ അത് എന്താക്കാൻ പറ്റും? മസ്ദർ സ്വരീഹ് ആക്കിയിട്ട് മാറ്റാനും പറ്റും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ പിന്നെ മസ്ദർ പിന്നെ സ്വരീഹ് ചിലപ്പോൾ എന്താവും? ഇപ്പൊ ഇവിടെ മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ചിലപ്പോൾ എന്താവും? മുദാരി ആവും, ചിലപ്പോൾ മുദാഫുൻ ഇലൈഹി ആയിട്ട് വരും, ചിലപ്പോൾ മുദാരി ആയിട്ട് വരും, ചിലപ്പോൾ മുദാഫുൻ ഇലൈഹി ആയിട്ട് വരും. ആ സന്ദർഭങ്ങളിലൊക്കെ അതൊക്കെ എന്താക്കി മാറ്റാൻ പറ്റും? മസ്ദർ മുഅവ്വലും പിന്നെ എങ്ങനെ ആക്കാം? മുദാരി ആയിട്ടും മാറ്റാം, പിന്നെ എന്തായിട്ടും മാറ്റാം? മുദാഫുൻ ഇലൈഹി ആയിട്ടും മാറ്റാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് തൊട്ടടുത്ത സ്ലൈഡ് നോക്കാം. തൊട്ടടുത്ത സ്ലൈഡ് പിന്നെ മസ്ദർ സ്വരീഹാണ്. സ്വരീഹും പിന്നെ മുഅവ്വലും അവിടെ കാണാം. ഒന്നാമത്തേത് ഉരീദു അൽ ഖുറൂജ, ഉരീദു അൽ ഖുറൂജ. ഉരീദു എന്നുള്ളത് എന്താ? ഫിഅലുൻ മുളാരിഉൻ ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. അദ്ദമ്മ. പിന്നെ അൽ ഖുറൂജ എന്നുള്ളത് മഫ്ഊലു ബിഹി മഫ്ഊലു ബിഹി മൻസൂബ് മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. അൽ ഫത്ഹ. ഇനി ഇവിടെ നോക്ക്, ഉരീദു അൻ അഖ്റുജ, ഉരീദു അൻ അഖ്റുജ എന്നുള്ളതാണ്. ഉരീദു അൻ അഖ്റുജ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഉരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. അൻ എന്നുള്ളത് അദാത്തുൻ നസ്ബാണ്. അഖ്റുജ എന്നുള്ളത് ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. ഇനി അൻ അഖ്റുജ എന്നുള്ളത് രണ്ടാമത്തെ കോളത്തിൽ ഉണ്ട്. അൻ അഖ്റുജ എന്നുള്ളത് എന്താണ്? മസ്ദർ മുഅവ്വൽ ഫി മഹല്ലി നസ്ബി മഫ്ഊലുൻ ബിഹി. മസ്ദർ മുഅവ്വൽ ഫി മഹല്ലി നസ്ബി മഫ്ഊലുൻ ബിഹി. ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമം. മീനിങ് എന്താ ഉസ്താദ്? രണ്ടിന്റെ മീനിങ് പോകാൻ ഉദ്ദേശിക്കുന്നു. യെസ്, മീനിങ് ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് മുഅവ്വലാണ്, ഒന്ന് സ്വരീഹാണ്.
ഒന്ന് ക്ലിയർ ആയിട്ടുള്ള നേരായിട്ടുള്ള മസ്ദറാണ്, ഒന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പിന്നെ മസ്ദറാണ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ലാ യുംകിനുൽ ഖുറൂജ്. യുംകിനു എന്ന് പറഞ്ഞാൽ സാധ്യമാകുക എന്നൊക്കെയാണ് അർത്ഥം. ലാ യുംകിനു സാധ്യമാകുകയില്ല, അൽ ഖുറൂജ പിന്നെ എന്ത്, പുറത്തു പോകാൻ, പുറത്തു പോകാൻ പിന്നെന്തില്ല കഴിയില്ല എന്നുള്ളതാണ്. യുംകിനു എന്നുള്ളത് ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അൽ-ളമ്മ. അൽ ഖുറൂജ എന്നുള്ളത് എന്താണ്? മഫ്ഊലുൻ ബിഹി അല്ലേ അവിടെ? അവിടെ പിന്നെ അത് ലാ യുംകിനുൽ ഖുറൂജ എന്നുള്ളത് പിന്നെ ഇതായിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായിരുന്നു അഹ്റുജന്റെ മീനിങ് എന്നാ ഉസ്താദെ? അഖ്റുജ എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്നു എന്നാണ്. അഖ്റുജു ഞാൻ പുറത്തു പോകുന്നു. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു പോയി എന്നൊക്കെയാണ്. അതെങ്ങനെ ഫായിലാവാം? ഫിഅലല്ല അത്. അവിടെ ഫായിലും മർഫൂ എന്നാണ് ഫായിലും എഴുതിയിരിക്കുന്നത്. മർഫൂ എങ്ങനെ? എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. കേട്ടില്ല, എന്താ പറഞ്ഞേ? അവിടെ ഫാഇലുൻ മർഫൂ എന്നാണ് മർഫൂഉൻ എഴുതിയിരിക്കുന്നത്. എല്ലാരും കൂടി പറയുമ്പോ തിരിയില്ല, ഒരാള് പറയുകയാണെങ്കിൽ. ഫാഇലുൻ മർഫൂഉൻ എന്നാണ് എഴുതിയിട്ടില്ലേ? അൽ ഞാൻ ഖുറൂജ ഇറാബിന്റെ എന്നുള്ളത്. കോളം. ഓക്കെ 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 ഓക്കെ. ഇതെവിടെ? മൂന്നാമത്തെ അല്ലേ? ഓക്കെ. പിന്നെ അവിടെ പിന്നെ അൽ ഖുറൂജ എന്നുള്ളത് ഫായിലായിട്ടാണ് വരുന്നത്. ഇതെങ്ങനെ? അൽ ഖുറൂജ എന്നുള്ളത് ഫായിലായിട്ടാണ് അവിടുന്ന് വരുന്നത്. ഫായിലുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അൽ ഫത്ഹ എന്നുള്ളതാണ് അവിടെ വരിക. പിന്നെ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പാഠത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. ഞാൻ ഇഅ്റാബ് വെച്ചിട്ട് തന്നെ അത് ഹല്ലി തരാം. ഓക്കെ. പിന്നെ ലാ യുംകിനു അൻ അഖ്റുജ എന്നുള്ളതാണ്. ലാ യുംകിനു അൻ അഖ്റുജ. അവിടെ അൻ അഖ്റുജ എന്നുള്ളത് പിന്നെ മസ്ദർ മുഅവ്വൽ ഫി മഹല്ലി റഫ്ഇ ഫായിലാണ്. ഫി മഹല്ലി റഫ്ഇ ഫായിൽ ആയിട്ടാണ് വരിക. അവിടെ ഫായിലായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഖബ്ല ഖുറൂജി തുല്ലാബി. ഖബ്ല ഖുറൂജി തുല്ലാബി. ഇത് ഇപ്പൊ നമ്മൾ അവസാനത്തെ 4 എണ്ണം ഉണ്ടല്ലോ, ഒരു സെന്റൻസ് പൂർണ്ണമല്ല. അവസാനത്തെ 4 എണ്ണം സെന്റൻസ് പൂർണ്ണമല്ല, വളരെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇൻഷാല്ലാ നമ്മൾ പാഠത്തിലേക്ക് കയറുമ്പോൾ സെന്റൻസ് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹല്ല് ചെയ്യും. നമ്മളിപ്പോൾ അത് പിന്നെ വെറും പിന്നെ മഫ്ഊലുൻ ബിഹി മാത്രമായിട്ടല്ല വരിക. പിന്നെ എന്ത് മസ്ദർ മുഅവ്വലായാലും സ്വരീഹായാലും അത് മർഫൂ ആയിട്ട് വരും, പിന്നെ അതായത് ഫായിലായിട്ട് വരും. അതേപോലെ തന്നെ പിന്നെ മുദാഫുൻ ഇലൈഹി ആയിട്ടും വരും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഖബല ഖുറൂജി തുല്ലാബി എന്നുള്ളത് എടുത്ത് ഖബല എന്നുള്ളത് ദർഫാണ്, ഖുറൂജി എന്നുള്ളത് മുദാഫുൻ ഇലൈഹിയാണ്, പിന്നെ അത്തുല്ലാബി എന്നുള്ളത് ഫായിലും ആണ്. അപ്പോൾ ഇവിടെ ഖുറൂജി എന്നുള്ളത് മുദാഫുൻ ഇലൈഹി മജ്റൂറാണ്. മുദാഫുൻ ഇലൈഹി മജ്റൂർ. ഖബല ഖുറൂജി എന്നുള്ളത് മുദാഫുൻ ഇലൈഹി മജ്റൂർ. ഇനി അത് പിന്നെ മുഅവ്വലിലേക്ക് വരുമ്പോൾ ഖബല എന്നുള്ളത് ലർഫാണ്. അൻ പിന്നെ യഖ്റുജ, അൻ യഖ്റുജ എന്നുള്ളത് മസ്ദർ മുഅവ്വൽ ഫി മഹല്ലി ജർരി മുദാഫുൻ ഇലൈഹി. ഫി മഹല്ലി ജർരി മുദാഫുൻ ഇലൈഹി ആയിട്ടാണ് വരിക. അത്തുല്ലാബു എന്നുള്ളതും പിന്നെ മുദാഫുൻ ഇലൈഹി ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ പിന്നെ പാഠത്തിലേക്ക് വന്ന ഒന്നുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇൻഷാ അല്ലാ. ഉസ്താദേ, അപ്പം മുലാഫുൻ ഇലൈഹിക്ക് കസ്റത്തായിരിക്കും അല്ലേ? മുദാഫുൻ ഇലൈഹിക്ക് കസ്റത്ത് വേണ്ട അവിടെ? ഇതല്ലേ നമ്മത്തല്ലേ കാണണം? ഏതില്? ലാസ്റ്റത്തെ ലാസ്റ്റത്തെ പദം. ലാസ്റ്റത്തെ ഫായിലും മറ്റത് മുദാഫുൻ ഇലൈഹിയാണ് കേട്ടോ. സോറി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ലാസ്റ്റത്തെ ഇത് ഫായിലും മറ്റത് മുദാഫുൻ ഇലൈഹി ആയിട്ടാണ് വരിക. ഓക്കെ. ഇനി നമ്മൾ പിന്നെ ബുക്കിലേക്ക് വരിക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം.
അതില് അദ്ദറസു അസ്സാദിസ് അല്ല അസാബി അഷർ 17ാമത്തെ പാഠം. പിന്നെ അൽ മുദർരിസ് അധ്യാപകൻ ചോദിക്കാണ്, ലിമ ഖറജ്ത മിനൽ ഫസ്ലി യാ അമ്മാറു. ലിമ ഖറജ്ത മിനൽ ഫസ്ലി യാ അമ്മാറു. അമ്മാറെ, എന്തിനാണ് ക്ലാസിന്റെ പുറത്ത് പോയത് എന്നാണ്. അപ്പൊ അമ്മാർ പറയാണ്, പിന്നെ ഖറജ്തു ലി അഷ്റബ അൽ മാഅ. ലി അഷ്റബ അൽ മാഅ. ഖറജ്തു ലി അഷ്റബ അൽ മാഅ. ഖറജ എന്തായിരിക്കും? മാതി ആ വലുമാണ്. ഫിഅലുൻ ഫിഅലുൻ മാളി മബിനി മബിനി നല്ല പത്ത് مريم على الفتح. മബ്നിയുൻ അല പത്ത് അൽ പത്ത്. أخرجت مبني على السكون. മബ്നിയുൻ അല സുക്കൂൻ. അല്ല മബ്നിയുൻ സുക്കൂൻ. അല സുക്കൂൻ. സുക്കൂൻ. ഖറജ്തു എന്നല്ലേ? ഖറജ്തു എന്നാണ്. തു എന്തായിരിക്കും? فاعل. ഫായില്. ളമീറുൻ മുസ്തത്തിറ. ഇവിടെ മുസ്തത്തിറ ആയിട്ടുള്ളത് മുത്തസിലുൻ മബ്നിയുൻ അല على الضم അയ്വ അല ضمത്തി في محل محل رفع في محل نصب رفع ഫായിൽ. فاعل في محل رفع فاعل. ضمير متصل مبني على الضمة في محل رفع فاعل. ബോർഡ് ക്ലിയർ ഇല്ല ഉസ്താദ്. ബോർഡ് ക്ലിയർ അല്ല. ക്ലിയർ അല്ലേ? ഇത് അത്ര ക്ലിയർ അല്ല. മനസ്സിലാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. مبني على الضمة في محل رفع فاعل. ഓക്കെ, പിന്നെന്താണ്? لي ലി. ലി എന്താണ് അവിടെ? حرف جر. പഠിച്ചതാണ് ഇപ്പോ. ലാമു ലാമു തഅലീൽ. ലാമു തഅലീലാണ്. ആ ലി. പിന്നെ അഷ്റബ എന്നല്ലേ? അതെ. لأشرب الماء. അഷ്റബ فعل مضارع منصوب مضارع مضارع منصوب أيوة منصوب وعلامة نصبه وعلامة نصبه نصبه الفتحة الفتحة. وعلامة نصبه الفتحة. الماء مفعول به منصوب. مفعول به منصوب. مفعول به أيوة منصوب. مفعول منصوب به منصوب منصوب وعلامة نصبه وعلامة نصبه نصبه الفتحة الفتحة. الفتحة. مفعول به منصوب وعلامة نصبه الفتحة. خرجت لأشرب الماء. لأشرب الماء. خرج എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ فعل ماضي مبني على السكون
തു എന്നുള്ളത് ളമീറുൻ മുത്തസിൽ മബ്നിയുൻ അല ളമ്മ ഫി മഹല്ലി റഫ്ഇ ഫാഇൽ ലാമു തഅലീൽ അല്ല ലി എന്നുള്ളത് ലാമു തഅലീൽ അശ്റബ ഫിഅലുൻ മുളാരിഉൻ മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ അൽ മാഅ മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഖറജ്തു ലി അശ്റബൽ മാഅ, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. ഖറജ്തു ലി അശ്റബൽ മാഅ, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്ത് പോയതാണ്. അപ്പോ പിന്നെ മുദരിസ് അദ്ദേഹം ചോദിക്കാണ് വലിമ ഖറജ യാസറുൻ മഅക, വലിമ ഖറജ യാസറുൻ മഅക, യാസർ എന്തിനാണ് നിന്റെ കൂടെ പുറത്തു പോയത്, യാസറും നിന്റെ കൂടെ പുറത്തു പോയത് എന്തിനാണ് എന്നാണ്. അപ്പോ അത് അമ്മാർ പറയാണ് ഹുവ ഖറജ ലിയഗ്സില വജ്ഹഹു, ലിയഗ്സില വജ്ഹഹു എന്നുള്ളതാണ്. ഓക്കെ, ഹുവ എന്താണ്? മുബ്തദഉൻ مبتدأ മുബ്തദ, മുബ്തദ. ഓക്കെ, ഖറജ ഖറജ ഫിഅലു മാദി فعل ماضي عفواً. ഖറജ ഫിഅലു മാദി مبني മബ്നിയുൻ على السكون അൽ ഫത്ഹി സുക്കൂന, ശരിക്ക് നോക്കി. على الفتح فتح മബ്നിയുൻ അലൽ ഫത്ഹി, ബോർഡിൽ എഴുതി വെച്ചാൽ നോക്കരുത് കേട്ടോ. മബ്നിയുൻ അലൽ ഫത്ഹ ഹുവ മുബ്തദ ഖറജ ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ ഫത്ഹ. പിന്നെ വായിക്കാതെ നല്ല وفاعله ഹുവ ഖറജ എന്തായിരുന്നു? ليغسل ليغسل ലിയഗ്സില അല്ലേ? وجهه അതിന്റെ മുന്നുണ്ട് ഫായിലെവിടെ? ضمير ضمير مستتر مستتر. تقديره ضمير مستتر ضميرun مستتر മുസ്തതിറുൻ تقديره تقديره هو هو തഖ്ദീറുഹു هو ഹുവ, തഖ്ദീറുഹു ഹുവ. ളമീറുൻ ഫായിൽ എന്താണ്? ളമീറുൻ മുസ്തതിർ, തഖ്ദീറുഹു ഹുവ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ليغسل لي لي അതിന്റെ മുന്നേ ഇഞ്ഞുണ്ട് അവിടേക്ക് എത്തിയിട്ടില്ല. ഖറജ എന്നുള്ള ജുംലത്തുൽ فعلية خبر ഫിഅലിയ ഫിഅലിയ എന്താണ്? خبر ഖബറാണ്. ഖറജ എന്നുള്ള ജുംലത്തുൽ ഫിഅലിയ എന്താണ്? ഖബർ ആണ്. ഓക്കെ, ഇനി ലി അഗ്സില എന്നുള്ളടത്തെ ലി എന്നുള്ളത് ലാമു തഅലീൽ تعليل ലാമു تعليل തഅലീൽ, ലാമു തഅലീൽ. ഓക്കെ, യഗ്സില എന്നല്ലേ? യഗ്സില എന്താണ്?
ഫിഅലുൻ മുളാരിഉൻ منصوب മൻസൂബുൻ മുളാരിഉൻ മൻസൂബുൻ മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി വഅലാമത്തു نسبه നസ്ബിഹി അൽ ഫത്ഹ الفتحة الفتحة وعلامة نصبه الفتحة يغسل فعل مضارع منصوب وعلامة نصبه الفتحة وجهه എന്നുള്ളതാണ് وجه എന്താ وجه مفعول به مفعول مفعول به منصوب مفعول به منصوب به മൻസൂബുൻ منصوب വഅലാമത്തു നസ്ബിഹി وعلامة الفتحة نصبه അൽ ഫത്ഹ الفتحة وعلامة نصبه الفتحة ഹു എന്നുള്ളത് മുളാഫുൻ ഇലൈഹി مضاف إليه ഫുള്ള് പറയും ഫുള്ള് പറയും مضاف مضاف إليه إليه مجرور مجرور ضمير وعلامة متصل متصل ضمير متصل مبني على الضمة مبني على الضمة في محل ജരി في محل جر مضاف മുളാഫുൻ ഇലൈഹി إليه في محل جر مضاف إليه അപ്പോൾ ഹുവ എന്നുള്ളത് മുബ്തദ ആണ് ഖറജ ഫിഅലുൻ മാളി മബ്നിയുൻ അലൽ ഫത്ഹ ഫാഇൽ ضمير മുസ്തതിർ തഖ്ദീറുഹു ഹുവ ഖറജ എന്നുള്ളത് ഖറജ എന്ന ജുംലത്തുൽ ഫിഅലിയയാണ് അവിടുത്തെ ഖബർ ലി എന്നുള്ളത് ലാമു തഅലീൽ യഗ്സില ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ വജ്ഹ എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ ഹു എന്നുള്ളത് ضمير മുത്തസിൽ മബ്നിയുൻ അല الضمة ഫീ മഹല്ലി ജർരി മുളാഫുൻ ഇലൈഹി എന്താണ് ഹുവ ഖറജ ലിയഗ്സില വജ്ഹഹു അവൻ എന്താണ് അവന്റെ മുഖം കഴുകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ് പോയതാണ് ഹുവ ഖറജ അവൻ പുറത്തുപോയി ലിയഗ്സില കഴുകാൻ വേണ്ടി എന്തിന് വജ്ഹഹു അവന്റെ മുഖം വജ്ഹഹു അവന്റെ മുഖം ഇപ്പൊ ഹുമയൂൺ പറയാണ് യാ ഉസ്താദു ഉസ്താദ് പിന്നെ അന ഉരീദു അൻ അജ്ലിസ ഹുന അമാമക ഉരീദു അൻ അജ്ലിസ ഹുന അമാമക എന്നാണ്. അപ്പൊ അന എന്നുള്ളത് എന്താ مبتدأ മുബ്തദ مبتدأ ആണ്. ഉരീദു فعل فعل مضارع 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 ഫിഅലുൻ മുളാരിഉൻ വഅലാമത്തു റഫ്ഇഹി ഫിഅലുൻ الضمة മുളാരിഉൻ മർഫൂഉൻ مرفوع വഅലാമത്തു علامة رفعه അദ്ദമ്മ. അവിടുത്തെ ഖബർ ഏതാ ഉരീദു ഉരീദു എന്ന ജുംലത്തുൽ ഫിഅലിയ. ഫിഅലിയയാണ് അവിടുത്തെ ഖബർ. خبر ഓക്കെ. അൻ എന്നുള്ളത് അദാത്തു അദാത്തു നസ്ബ് അല്ലേ. പിന്നെ അജ്ലിസ എന്നുള്ളത് ഫേലുൻ മുളാരിഉൻ മൻസൂബ് ഫിഅലുൻ منصوب മുളാരിഉൻ മൻസൂബ് വഅലാമത്തു മൻസൂബ്. നസ്ബിഹി അൽ ഫത്ഹ. അൻ അജ്ലിസ എന്നുള്ളത് مصدر مؤول മസ്ദർ മുഅന്നസ് അവൽ ഫി മഹല്ലി നസ്ബി نصب മഫ്ഊലുൻ مفعول به ഫി മഹല്ലി നസ്ബി മഫ്ഊലുൻ ബിഹി. ഹുന എന്നുള്ളത് ലർഫാണ്. അമാമ എന്നുള്ളതും ലർഫാണ്. ക എന്നുള്ളതും ലർഫില്ലേ. ഓക്കെ. അപ്പോ ഉരീദു അൻ അജ്ലിസ എന്നുള്ളത് പിന്നെ അൻ അജ്ലിസ എന്നുള്ളത് എന്ത് മസ്ദറാണ്? മസ്ദർ അവലാണ്. مصدر مؤول മസ്ദർ സ്വരീഹ ആക്കി നോക്കി. ഉരീദു
ഉരീദു അൽ ജുലൂസ ഉരീദു അൽ ജുലൂസ ഹുന അമാമക് എന്നുള്ളതാണ് മസ്ദർ സ്വരീഹയ്ക്ക് മാറ്റുമ്പോൾ അതാകുന്നത്. അപ്പോ അന ഉരീദു അൻ അജ്ലിസ ഹുന അമാമക്, പിന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നു. മഖഅദി ബഈദുൻ അൻക, മഖഅദി എന്റെ സീറ്റ്, ബഈദുൻ വിദൂരമാണ്, അൻക നിങ്ങളെ തൊട്ട്. അൻ എന്നുള്ളത് എന്താണ്, ഒരു ഹർഫ് ജറാണ്. നമ്മൾ നോട്ട് ചെയ്തൊക്കെ, നമ്മൾ ഹർഫ് ജറ് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്, അതിലൊന്നാണ് അൻ എന്നുള്ളത്. പിന്നെ അപ്പോ മഖഅദി ബഈദുൻ അൻക, എന്റെ സീറ്റ് പിന്നെ നിങ്ങളിൽ നിന്ന് വളരെ വിദൂരമാണ്. വമിൻ ഹുനാക ലാ പിന്നെ ലാ അറ മാ തക്തുബു അല സബ്ബൂറതി. വമിൻ ഹുനാക ഇവിടെ നിന്ന്, ലാ അറ ഞാൻ പിന്നെ കാണുന്നില്ല, മാ തക്തുബു അല സബ്ബൂറതി ബോർഡിൽ എഴുതുന്നത് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇവിടുന്ന് കാണുന്നില്ല. കാരണം എന്താ, സീറ്റ് വിദൂരമാണ്. വമിൻ ഹുനാക ലാ അറ മാ തക്തുബു അല സബ്ബൂറതി, ബോർഡിൽ, സബ്ബൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോർഡിനാണ് പറയുന്നത്. ബോർഡിൽ എഴുതുന്നതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് കാണുന്നില്ല. അപ്പൊ മുദരിസ് അധ്യാപകൻ പറയാണ്, യുംകിനുക അൻ അജ്ലിസ ഹുനാ അൽ ആൻ. യുംകിനുക നിനക്ക് കഴിയും, നിനക്ക് സാധ്യമാകും, അല്ലെങ്കിൽ നിനക്ക് പറ്റും. അൻ അജ്ലിസ ഇരിക്കാൻ, അൻ അജ്ലിസ അൻതജ്ലിസ സോറി അൻതജ്ലിസ ഹുന അമാമക്, പിന്നെ ഇവിടെ മുന്നിൽ നിനക്ക് ഇരിക്കാൻ എന്ത് ചെയ്യും, പറ്റും എന്നുള്ളതാണ്. എന്താണ് അതിന് കാരണം, ഹാദ മഖഅദു ഹംസത, ഹാദ മഖഅദു ഹംസത. അന്നാ കൊടുത്തിട്ടുള്ളത്. എങ്ങനെ هنا ഹുന എന്ന് الآن പറഞ്ഞാൽ ഇവിടെ എന്നാണ്, അൽ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അൽ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നുള്ളതാണ്. ഇവിടെ അൻ തജ്ലിസ എന്നുള്ളതൊക്കെ എന്താണ്, മസ്ദർ മുഅവ്വലാണ്. അത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ചുകൂടെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി നമുക്ക് അതിന്റെ ഇറാബ് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ വരും. ഹാദ മഖഅദു ഹംസത, ഹാദ എന്നുള്ളത് മുബ്തദ ആണ്. മഖഅദ് എന്നുള്ളത് എന്താ, ഖബർ ഖബർ ആണ്. മഖഅദു ഹംസത എന്നുള്ളത് മുലാഫിൻ ഇലൈഹി. മുളാഫുൻ ഇലൈഹി, മുളാഫുൻ ഇലൈഹി എന്താ, മജ്റൂറുൻ 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 ഇവിടെ മൻസൂബല്ല വന്നുള്ളത്, അത് മംനൂഉൻ മിനസ് സർഫ്. മംനൂൻ ആ അല സർഫ്. മുളാഫുൻ ഇലൈഹി മൻസൂബ് ലിഅന്നഹു മംനൂഉൻ من മിനസ് الصرف. ഹംസ എന്നുള്ളത് മംനൂഉൻ മിനസ് സർഫിൽ പെട്ടതാണ്. പിന്നെ വഹുവ ഗായിബുൻ മുൻദു ഉസ്ബൂഇൻ, വഹുവ ഗായിബുൻ അവൻ എന്താണ്, ആബ്സെന്റ് ആണ്. ഗായിബ് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആണ്. മുൻദു ഉസ്ബൂഇൻ, മുൻദു എന്നുള്ളത് മറ്റൊരു ഹർഫു ജറാണ്. മുൻദു എന്നുള്ളത് വേറൊരു ഹർഫു ജറാണ്. ഇപ്പൊ നമ്മൾ അൻ എന്നുള്ള ഹർഫു ജറ് പഠിച്ചു, മുൻദു എന്നുള്ളത് പഠിച്ചു. പിന്നെ ഈ മുൻദു എന്നുള്ളത് സമയങ്ങൾക്ക്, ഇപ്പോ പിന്നെ ഒരു മണിക്കൂർ ആയിട്ട്, അതല്ലെങ്കിൽ ഒരാഴ്ച ആയിട്ട്, ഒരു ദിവസമായിട്ട്, ഒരു മാസമായിട്ട്, അങ്ങനെ പറയുന്നതിനാണ് പിന്നെ മുൻദു എന്നുള്ളത്. അങ്ങനെ സമയങ്ങൾക്ക് സൂചിപ്പിക്കുന്നതിനാണ് മുൻദു എന്ന് പറയുന്നത്. പിന്നെ സ്ഥലത്തിന് പിന്നെ ഉള്ളതിനൊക്കെയാണ് മറ്റുള്ളത് ഉപയോഗിക്കുക. ഇവിടെ മുൻദു ഉസ്ബൂഇൻ ഒരാഴ്ച ആയിട്ട് അവൻ എന്താണ്, ആബ്സെന്റ് ആണ് എന്ന് അധ്യാപകൻ പറഞ്ഞു. ഇസ്മഊ യാ അബ്നാഇ, ഇസ്മഊ നിങ്ങൾ കേൾക്കൂ, യാ അബ്നാഇ എന്റെ കുട്ടികളെ, അതായത് വിദ്യാർത്ഥികളോട് മുഴുവനായിട്ട് പറയാണ്, ഇസ്മഊ നിങ്ങൾ എല്ലാവരും കേൾക്കൂ, യാ അബ്നാഇ എന്റെ വിദ്യാർത്ഥികളെ. തബ്ദഉ ഉത്ലതു സ്വൈഫി ബഅദ ശഹ്രിൻ, തബ്ദഉ തുടങ്ങുന്നു, ഉത്ലതു സ്വൈഫി പിന്നെ ഉത്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി എന്നാണ്, ലീവ്. അസ്വൈഫ് എന്ന് പറഞ്ഞാൽ വിന്റർ, അതായത് വിന്റർ വെക്കേഷൻ ആരംഭിക്കും. ഇത് ബഅദ ശഹ്രിൻ ഒരു മാസം, ബഅദ സമ്മർ അല്ല സ്വൈഫ്, ശിത അല്ല വിന്റർ. സോറി വിന്റർ അല്ല സമ്മർ, സമ്മർ സോറി സമ്മർ ആണ് കേട്ടോ, അഫ്വാൻ.
പിന്നെ സമ്മർ വെക്കേഷൻ എന്ത് ചെയ്യും? ഒരു മാസം കഴിഞ്ഞാൽ തുടങ്ങും. ഐന തദ്ഹബൂന ഫി ഹാദിഹിൽ ഉത്ല. ഐന എവിടേക്കാണ്? തദ്ഹബൂന നിങ്ങൾ പോകുന്നത്. ഫി ഹാദിഹിൽ ഉത്ല ഈ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അവധിയിൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ബഅ്ളു തുല്ലാബ് കുറച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞു, നുരീദു അൻ നദ്ഹബ ഇല ബിലാദിന. നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, അൻ നദ്ഹബ പോകാൻ വേണ്ടി, ഇല ബിലാദിന ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ അവിടെ വിദ്യാർത്ഥികൾ പറയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ ഭാഗങ്ങൾ പിന്നെ അടുത്ത ആഴ്ച നമുക്ക് എടുക്കാം. ഇവിടെ പിന്നെ ഈ മസ്ദർ മുഅവ്വലും മസ്ദർ സ്വരീഹും വരുന്ന രൂപങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മസ്ദറുകൾ ഏതൊക്കെ രൂപത്തിൽ വരും എന്ന് പറഞ്ഞു. പിന്നെ ഫുഊലു വസ്നിൽ വരും, ഫിആല് വസ്നിൽ വരും, പിന്നെ ഫഅല വസ്നിൽ എന്ത് ചെയ്യും? അത് വരും. ഇങ്ങനെയൊക്കെ മസ്ദറുകൾ വരുന്നുണ്ട്. മസ്ദർ സ്വരീഹ് ഉണ്ട്, മുഅവ്വൽ ഉണ്ട്. അതിന്റെ രൂപം നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ഇഅ്റാബ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതിന്റെ ഒന്ന് രണ്ട് രൂപങ്ങൾ, ഉദാഹരണങ്ങൾ നമ്മൾ ബുക്കിൽ വന്നത് നമ്മൾ പറഞ്ഞു. ഇനിയും കുറച്ചുകൂടി ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ഒന്നുകൂടി അതിന്റെ ഇഅ്റാബ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 122, പേജ് നമ്പർ 122 അതിൽ പിന്നെ 7ാമത്തെ തംരീൻ, അജിബ് അൻ അസ്ഇലത്തിൽ ആതിയതി മുസ്തഅമിലൻ. അൻ എന്ന് പിന്നെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാണ്? ഉത്തരം എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഐന തുരീദു അൻ തദ്ഹബ ഫി ഉത്ലത്തി സ്വൈഫി. പിന്നെ ഈ വെക്കേഷൻ ദിവസങ്ങളിൽ നിങ്ങൾ എവിടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു നുരീദു അൻ നദ്ഹബ ഇല ബിലാദിന എന്നുള്ളത്. അങ്ങനെ അൻ എന്നുള്ളത് വെച്ച് മസ്ദർ മുഅവ്വൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പിന്നെ ഉത്തരങ്ങൾ ആ 8 എണ്ണത്തിന് നിങ്ങൾ ഓരോരുത്തരും എഴുതുക. അതാണ് ഇൻഷാ അല്ലാഹ് നമുക്കുള്ള തംരീന്. അത് നമ്മൾ പിന്നെ നമ്മളൊന്ന് ഇതുവരെ പഠിച്ചൊന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു ചിത്രം ഈ ഒരു പാഠത്തിൽ മസ്ദറുകൾ, ഫിഅൽ മുബാരിഇൽ വരുന്ന മസ്ദറുകളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കി പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി വായിക്കുമ്പോൾ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് എഴുതി വന്ന ആളുകൾക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും തുടർന്നുള്ള ക്ലാസ് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ ഇരുത്തമൊക്കെ അള്ളാഹിന്റെ ദീന് പഠിക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇരിക്കാനും അങ്ങനെ അവന്റെ ഭാഷ പഠിക്കാനും ദീനിലേക്ക് കൂടുതൽ അടുക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു തആല അഅലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.